IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. മേഘ സുകാന്തുമായി IBയിലെ മറ്റൊരു ഉദ്യോഗസ്ഥൻ സുകാന്തുമായി ഒന്നിച്ച് ട്രെയിനിങ് കഴിഞ്ഞ് നമുക്കറിയാം. ജോധ്പൂരിലെ രാജസ്ഥാനിലെ IBയുടെ ട്രെയിനിങ് രണ്ടുപേരും ഒന്നിച്ചാണ് നടത്തിയത്. ആ സമയത്ത് അവർ തമ്മിലുള്ള സൗഹൃദം പോവിട്ടു. അത് ക്രമേണ മുന്നോട്ട് പോയി. രണ്ടുപേർക്കും ട്രെയിനിങ് കഴിഞ്ഞ് ജോലി ഒരാൾക്ക് തിരുവനന്തപുരത്തും ഒരാൾക്ക് കൊച്ചിയിലുമായി. സുകാന്ത് കൊച്ചി IBയിലും മേഘ തിരുവനന്തപുരം IBയിലുമായിരുന്നു ജോലി. കഴിഞ്ഞ 24-നാണ് മേഘ ആത്മഹത്യ ചെയ്തത്. മേഘ പതിവ് പോലെ ഡ്യൂട്ടി കഴിഞ്ഞ് വെളുപ്പിനെ ഡ്യൂട്ടി ഡ്രസ്സിൽ തന്നെയാണ് പേട്ട പാലത്തിനടിയിൽ അവിടെ വിജനമായ സ്ഥലത്ത് ട്രെയിൻ കയറി മരിക്കുന്നത്. റെയിൽവേ ട്രാക്കിൽ ആ ട്രെയിനിൻ്റെ ഡ്രൈവറും അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാർ പലരും ആ റെയിൽവേ ട്രാക്കിൽ കൂടെ പെൺകുട്ടി നടക്കുന്നത് കണ്ടു. ട്രെയിൻ വരുമ്പോൾ അവർ മാറിപ്പോകും, സഞ്ചരിക്കും എന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് ആ ട്രെയിൻ ഒരിക്കലും ആ കുട്ടിയുടെ പുറത്തൂടെ കയറുമെന്ന് കരുതിയിരുന്നില്ല. അതുകൊണ്ട് ആ ട്രെയിൻ അടുത്ത് വരുമ്പം റെയിൽവേ പാളത്തിലേക്ക് തലവെക്കുകയായിരുന്നു. ആത്മഹത്യ തന്നെ, അതിന് യാതൊരു സംശയമില്ല. അതിനു മുമ്പ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പോലീസ് ആ ഫോൺ ഡീറ്റെയിൽസ് കണ്ടെത്തി. അത് 8 സെക്കൻഡ് വീതമുള്ള 4 കോളുകളാണ് ആ പെൺകുട്ടിയെ സ്നേഹിച്ച IBയിലെ ഉദ്യോഗസ്ഥന് പോയിരിക്കുന്നത്. അതിന് തൊട്ടു മുമ്പ് പെൺകുട്ടി രാവിലെ അമ്മയായിട്ട് സംസാരിച്ചതായിട്ടും കാണുന്നുണ്ട്. പാലക്കാട് കളക്ട്രേറ്റിലെ ജീവനക്കാരി നിശാചന്ദ്രൻ്റെ ഏക മകളാണ്. ആ കുട്ടിയുടെ പിതാവ് മധുസൂദൻ റിട്ടയർഡ് അധ്യാപകനാണ്. പത്തനംതിട്ട അതിരിങ്കൽ കാരക്കാക്കുഴി പൂഴിക്കാട് മധുസൂദനൻ എന്ന അദ്ദേഹത്തിൻ്റെയും നിശാചന്ദ്രൻ്റെ ഏക മകളാണ് ആത്മഹത്യ ചെയ്തത്. IBയിലെ ഉദ്യോഗസ്ഥനുമായിട്ടുള്ള ആ പ്രേമബന്ധം അതങ്ങ് വളർന്നു. പെൺകുട്ടി വിചാരിച്ചു അയാൾ കല്യാണം കഴിക്കുമെന്ന്. പല സന്ദർഭത്തിൽ അയാൾ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്തുവെങ്കിലും അയാൾ വിവാഹത്തിൽ നിന്ന് മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരുന്നു. അയാളുടെ പിതാവിന് ഒരു ഓപ്പറേഷൻ ഉണ്ട്, അതുകൊണ്ട് ഉടനെ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി. പെൺകുട്ടിയുടെ മാതാപിതാക്കളെ വിവരം അറിയിച്ചപ്പം ഈ പയ്യനുമായിട്ട് സംസാരിക്കാം, അവരെ വീട്ടുകാരുമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ പയ്യൻ സമ്മതിക്കാതെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. സുകാന്തുമായിട്ടുള്ള ബന്ധം ആ പെൺകുട്ടിയെ വിചാരിച്ചത് അയാൾ പെൺകുട്ടിയെ വിവാഹം കഴിക്കുമെന്നാണ്. പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്ത ശേഷം അയാൾ വലിച്ചെറിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. പെൺകുട്ടിയുടെ ബാഗിനകത്ത് നിന്ന് ചില റെക്കോർഡുകൾ ഇപ്പം കിട്ടിയിട്ടുണ്ട്. ഒരു ഗർഭചിത്രം നടത്തിയതായിട്ടുള്ള എവിഡൻസ്, അതിൻ്റെ ബില്ലുകൾ ഒക്കെ ലഭിച്ചിരിക്കുന്നു. പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ബില്ല് മാറിപ്പോയിട്ടുണ്ട്. ഏതായാലും ഒരു മിസ്കാരേജ് തന്നെയാണ് നടന്നിരിക്കുന്നത്. അവനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്ത് അവർ പ്രഗ്നൻ്റായി. അതിനുശേഷം അത് ആ ഗർഭചിത്രം നടത്തി എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. അതൊരു മിസ്കാരേജാണ്. സാധാരണ മിസ്കാരേജ് അത് ഇന്ത്യൻ IPCയിൽ ഇന്ത്യൻ പീനൽ കോഡിൽ കുറ്റകരമാണ്. അത് 312-13 വകുപ്പിലാണ് ആ മിസ്കാരേജ് കിടക്കുന്നത്. 3 വർഷം മുതൽ 7 വർഷം വരെ 312 ആണെങ്കിൽ ഒരു കുട്ടിയുടെ ഒരു കാര്യം ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മിസ്കാരേജ് അല്ലെങ്കിൽ ക്രിമിനൽ അബോർഷൻ നടത്തുന്നത്. ഇവിടെ അങ്ങനല്ല. ഇവിടെ ഒരു ചതി കൂടിയാണ് ആ പെൺകുട്ടിയെ ഈ ഇവനുമായിട്ടുള്ള ബന്ധത്തിന് ശേഷം ആ മിസ്കാരേജ് നടത്തിയത്. അത് കുറ്റകരമാണ് തന്നെയാണ്. അത് അയാളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു നമുക്കറിയില്ല. ഹോസ്പിറ്റലിൽ മറ്റൊരു പെൺകുട്ടിയുമായിട്ടാണ് പോയതെന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. അതിൻ്റെ ബില്ലും ഈ കുട്ടി തന്നെ പേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മരുന്നിൻ്റെ തുടർച്ചയായി കഴിക്കേണ്ട മരുന്നിൻ്റെ കുറിപ്പടിയും ആ കുട്ടിയുടെ ബാഗിനകത്തുണ്ടെന്ന് പിതാവ് ഇപ്പം പറയുന്നു. അതൊക്കെ പോലീസിൽ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. ഇയാൾ ഒരു IB ഉദ്യോഗസ്ഥനായതുകൊണ്ടും ഇയാളിപ്പോൾ ഡിസർട്ടറാണ്, ഇയാൾ ഒളിവിലാണ്, അയാൾ ജോലിക്ക് വരുന്നില്ല, അവിടെ ലീവ് എഴുതി കൊടുത്തിരിക്കുകയാണ്. ഇയാളുടെ വീട് പൂട്ടിക്കിടക്കുന്നു.
എടപ്പാളിൽ ഇയാളെ വീട്ടിൽ മാതാപിതാക്കളുമില്ല, അത് അടച്ചിട്ടിരിക്കുകയാണ്. ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. സുഗാന്തിന്റെ കുടുംബവുമായിട്ട് വിവാഹകാര്യം ആലോചിക്കാൻ സുഗാന്ത് സമ്മതിച്ചില്ല. അത് തന്നെ ഒരു ചതിയുടെ ലക്ഷണമാണ്. നീട്ടിക്കൊണ്ടുപോയി. സുഗാന്തിന്റെ പിതാവിന് ഒരു ഓപ്പറേഷൻ ഉള്ളതുകൊണ്ടാണ് നീട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്നു. ഏതായാലും പെൺകുട്ടി രാവിലെ അവസാനമായി സുഗാന്തുമായിട്ട് സംസാരിച്ചിരിക്കുന്നു. ആത്മഹത്യ ചെയ്യുന്നതിന് റെയിൽവേ ട്രാക്കിൽ നിന്ന് 4 പ്രാവശ്യം വിളിച്ചിരിക്കുന്നു. 8 സെക്കൻഡിന്റെ കോളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് നിർത്തിയിരിക്കുന്നു. ഞാൻ മരിക്കും എന്ന് തന്നെയായിരിക്കണം പറഞ്ഞത്. അങ്ങനെയാണ് മരണപ്പെട്ടത്. മരണ ദിവസം രാവിലെ അമ്മയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർക്കാർക്കും ഇങ്ങനൊരു ഹിന്റ് ഈ പെൺകുട്ടി മേഘ കൊടുത്തില്ല എന്നുള്ളതാണ്. മാതാവിനും പിതാവിനും കൊടുത്തില്ല. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കൊച്ചിനെ സംരക്ഷിക്കും. ഏക മകളല്ലേ. പക്ഷേ ഈ IPC 312, 313 കുറ്റം തന്നെയാണ് മിസ്കാരേജ്. അല്ലെങ്കിൽ അത് BNS 88, 89 വകുപ്പ് പ്രകാരം 3 വർഷം മുതൽ 7 വർഷം വരെയോ, അല്ലെങ്കിൽ 313 ആണെങ്കിൽ 10 വർഷം വരെ തടവ് കൊടുക്കാം. ഏതായാലും IBL ഉദ്യോഗസ്ഥൻ തീർച്ചയായിട്ടും ഒരു അറസ്റ്റിലേക്ക് വിധേയമാകും. അയാളുടെ ജോലി വളരെ പ്രശ്നമാവും. അതോടൊപ്പം തന്നെ അയാൾക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടിയും വരും. കാരണം ഇതിന് എവിഡൻസ് എല്ലാം വളരെ ക്ലിയർ ആണ്. കാരണം അയാളുമായിട്ടുള്ള ബന്ധങ്ങൾ 1-2 വർഷമായിട്ട് നിലനിൽക്കുന്നതാണ്. പല സന്ദർഭത്തിലും തിരുവനന്തപുരത്തേക്ക് അയാൾ വരുമ്പം അതിനുള്ള എക്സ്പെൻസ് വരെ ഈ പെൺകുട്ടിയാണ് കൊടുക്കുന്നത്. അത് എങ്ങനെയാണ് വന്നതെന്ന് അറിയില്ല. ഫ്ലൈറ്റിലാണോ, അതോ ട്രെയിനിലാണോ, അതോ കാറിലാണോ, അതോ ടാക്സിയിലാണോ ഒന്നും അറിയില്ല. ഏതായാലും 8 മാസം കൊണ്ട് ഏകദേശം ആ പെൺകുട്ടിയുടെ ശമ്പളത്തിൽ 1 പൈസ പോലെ ഇല്ലാതെ മുഴുവൻ അയാൾ വലിച്ചെടുത്തതായിട്ടും രേഖാപ്രകാരം കാണുന്നുണ്ട്. ഏതായാലും ഒരു മിസ്കാരേജ് ഒരു ഗുഡ് ഫെയ്ത്തിന് പുറത്താണ് ചെയ്തെങ്കിൽ അതിന് നിയമപരമായ സംരക്ഷണം കിട്ടും. ഒരു ബാഡ് ഫെയ്ത്ത് ആണ്, ഒരു ബാഡ് ഇന്റൻഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായ സംരക്ഷണം ആ മിസ്കാരേജിന് ഇല്ല എന്നുള്ളതാണ്. വയറ്റിലൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ നശിപ്പിക്കുന്നതിന് 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, മാതാവിനൊരു ത്രെട്ടാവും. അവർക്ക് ആ ഡെലിവറി നടത്താൻ പറ്റില്ല. അവരുടെ ജീവൻ അപകടത്തിലാണെങ്കിൽ ആ ഗ്രൗണ്ടിൽ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇല്ലീഗലായ പ്രഗ്നൻസി, അതൊരു മെന്റൽ റിട്ടാർഡഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്കാണെങ്കിൽ അത് നമുക്ക് അബോർട്ട് ചെയ്ത് കളയാം. ഇത് പ്രായപൂർത്തിയായതാണ്. ഒരു കാരണവുമില്ല ആ ക്രിമിനൽ അബോർഷന്. അതുകൊണ്ട് ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രഗ്നന്റിക്ക് ഉത്തരവാദിയായ ആ IB ഉദ്യോഗസ്ഥന് ഏതെങ്കിലും രീതിയിൽ അത് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കും. അയാളെ ഏതായാലും കസ്റ്റഡി എടുത്ത ശേഷം മാത്രമേ ഇങ്ങനെയുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് ഇത് ഇപ്പോൾ അണ്ണാച്ചുള്ളിലെത്തായിട്ട് തന്നെയാണ് ആ കേസ് മുന്നോട്ട് പോകുന്നത്. മറ്റു വകുപ്പുകളൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഇനി പോലീസിന് എടുപ്പത് ജോലിയുണ്ട്. ഇതിനകത്ത് അയാളെ ലൊക്കേറ്റ് ചെയ്യണം, അയാളെ ക്വസ്റ്റ്യൻ ചെയ്യണം, അയാളെ കസ്റ്റഡി വാങ്ങണം, അയാളും ഈ പെൺകുട്ടിയായിട്ടുള്ള ബന്ധത്തെപ്പറ്റി അറിയണം. ആ കോൾ ഡീറ്റെയിൽസ് എത്ര പ്രാവശ്യം അയാളെ വിളിച്ചിരിക്കുന്നു, എവിടെയാണ് ഈ പെൺകുട്ടിയായിട്ട് അയാൾ തെറ്റിയത്, എന്തുകൊണ്ടാണ് അയാൾ ഈ പെൺകുട്ടിയെ ചതിച്ചത്, ഇങ്ങനെയുള്ള 100,000 ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്ന് പോലീസിന് മുമ്പിലുണ്ട്. അതിന് അയാൾ ആൻസർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അയാളെ കസ്റ്റഡി എടുത്ത് ഇതിനൊരു പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കാനേ പറ്റുള്ളൂ. കഴിഞ്ഞ 24-നാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. ഏതായാലും അതിനുശേഷം ഇപ്പോൾ 8-10 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അയാൾ ഒളിവിലാണ്. അയാളെ കണ്ടെത്തണം. അയാളെ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ചിലപ്പം ഹൈക്കോടതി പോകുമായിരിക്കാം. ഏതായാലും അടുത്ത ഒരാഴ്ച കൊണ്ട് നമുക്കറിയാം ഇതിൻ്റെ പ്രോഗ്രസ്.